ഹായ് ഹലോ. സൗണ്ട് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഹായ് ജെസി, ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സൗണ്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്ന് ജോയിൻ ചെയ്തവരൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ ജെസി, ഓക്കെ, ശരി. അപ്പോ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. അപ്പൊ ആപ്പിൽ ചെറിയൊരു കുറച്ച് പേർക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ആക്കിയതാണ്. ഒരു പ്രൈവറ്റ് സ്ട്രീമിംഗ് ആണ്. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ജോയിൻ ചെയ്ത നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് പ്രധാന കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് മാത്സുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, പിന്നെ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള കോഡിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചോദ്യം. അപ്പൊ അത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോ ഇതില് നമുക്ക് അതിനു മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന രണ്ട് ചോദ്യങ്ങൾ, അതായത് ഒന്ന് മാത്സുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോഡിംഗ് ആണ്. അപ്പോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SSC GD പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ PDF ആയിട്ട് ഇട്ട് തരും. അപ്പോ അതൊന്ന് ചെയ്തു നോക്കുക. അതെല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഏതിന്റെയാണോ ഉത്തരം കിട്ടാത്തത് അത് നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പൊ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് വലിച്ചു വാരി പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണോ എക്സാമിന് വരുന്നത് അത് ബ്രീഫായിട്ട് അത് വൃത്തിയായിട്ട് പഠിക്കുക, അത്ര മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതും കൂടെ ഗ്രൂപ്പിൽ ആവശ്യപ്പെടാം. ഈ ക്ലാസ് കഴിഞ്ഞാൽ ആവശ്യപ്പെടാം. ഇനിയിപ്പോ ക്ലാസ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാം, സ്ലോ ആണെങ്കിൽ അതിനെപ്പറ്റി പറയാം. അപ്പോ നിങ്ങളുടെ സജഷൻ കൂടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പരിഗണിച്ചിട്ട് മാത്രമാണ് അടുത്ത ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കൂട്ടിയാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് എങ്ങനെയാണെങ്കിലും നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്, എല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്, നമുക്ക് SSC GD പരീക്ഷയിൽ മാത്സ് ടഫ് ആവുന്ന ചില പോർഷൻസ് ഉണ്ട്. നിങ്ങൾ നോക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കാം. ഇത് SSC GD പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോ ഈ ഒരു സംഖ്യയുടെ 32,768ന്റെ ക്യൂബ് റൂട്ട് കാണും. അപ്പോൾ ക്യൂബ് റൂട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു സംഖ്യ 3 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിന്റെ ക്യൂബ്, അല്ലെ? 2 3 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? 8ആണ്, അല്ലെ? അപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2ന്റെ ക്യൂബാണ് 8, 8ന്റെ ക്യൂബ് റൂട്ടാണ് 2. അതേപോലെ തന്നെ 32,768 എന്ന് പറയുന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് എന്ത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോ ഈ ഒരു ചോദ്യം SSC GDക്കും മാത്രമല്ല, SSC PSC റെയിൽവേക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. സ്ക്വയർ റൂട്ട് ഒക്കെ നമുക്ക് എങ്ങനെ കാണാന്ന് അറിയാം, അല്ലെ? നമ്മളിങ്ങനെ ഹരിച്ച് ഹരിച്ച് പോകുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് നടക്കുന്ന കാര്യമല്ല. അപ്പോ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ വെറും 10 അല്ലെങ്കിൽ 15 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു നോളജ് നമുക്കുണ്ടാവും. അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആർക്കാണോ മനസ്സിലാവാത്തത് അപ്പൊ കമന്റ് ചെയ്തോളൂ. എല്ലാവർക്കും മനസ്സിലായിട്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. ഓക്കെ. ഇങ്ങനെ ഒരു ചോദ്യം വന്നു വിചാരിക്കാം. ഇതിന്റെ ക്യൂബ് റൂട്ട് കാണണം. അതായത് ഏതോ ഒരു സംഖ്യ 3 പ്രാവശ്യം ഗുണിച്ചപ്പോഴാണ് ഈ ഒരു സംഖ്യ കിട്ടിയത്. അത് ഏതാണ് സംഖ്യ? സ്ക്വയർ റൂട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ അടുത്ത കൺസെപ്റ്റ് ആണ് ക്യൂബ് റൂട്ട്. അപ്പൊ ഇതെങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ, അതായത് ഒരു 10 15 സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ SSC പരീക്ഷ പഠിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോ അതാണ് സ്ക്രീനിൽ കാണുന്നത്. ജസ്റ്റ് നോക്കുക, ഞാൻ ഇതിന്റെ ഫോട്ടോ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. 1ന്റെ ക്യൂബ് 1ആണ്, അല്ലെങ്കിൽ 1ന്റെ ക്യൂബ് റൂട്ട് 1ആണ്. 2ന്റെ ക്യൂബ് 8ആണ്, 8ന്റെ ക്യൂബ് റൂട്ട് 2ആണ്. 3ന്റെ ക്യൂബ് 27ആണ്, 4ന്റെ ക്യൂബ് 64ആണ്, 5ന്റെ 125, 6ന്റെ 216, 7ന്റെ 343, 8ന്റെ 512, 9ന്റെ 729, 10ന്റെ 1000. ഇതൊക്കെയാണ് നമ്മുടെ
ചോദ്യം. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചോദ്യം. അപ്പൊ എല്ലാവരും ജസ്റ്റ് അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് നമുക്ക് പഠിച്ചു പോവാം. നമുക്കിനി മാറ്റി വെക്കുന്ന പരിപാടിയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. എന്തായിരിക്കും ജസ്റ്റ് അതൊന്ന് ബൈഹാർട്ട് അടിക്കുക. സ്ക്രീനിൽ കാണുന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് അടിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോ ഉത്തരം നിങ്ങൾ തന്നെ ഇനി പറയണം കേട്ടോ. ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യാൻ ആ കൂടെ വേണ്ടത് നമുക്ക് 3 സ്റ്റെപ്പാണ്. അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് കാണണം. 3 സ്റ്റെപ്പാണ് ആവശ്യം. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മൾ ഇത്രയാണ് നോക്കുന്നുള്ളൂ. 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ടേബിൾ നോക്കുക. 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലെ? 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് അവസാനിക്കുന്നത് 6ലായിരിക്കും. അല്ലെങ്കിൽ 6ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ ക്യൂബ് ആയിരിക്കും 6ൽ അവസാനിക്കുന്നുണ്ടാവും. അപ്പോ നമുക്ക് ഒരു ഉത്തരം നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഉത്തരം. ഇത് കണ്ടുപിടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോ ഇവിടെ നോക്കി നോക്കൂ. ഏതെങ്കിലും ഒരു സംഖ്യ 6ൽ അവസാനിക്കുന്നുണ്ടോ? ഒന്ന് 6ന്റെ അവസാനിക്കുന്ന ഒരു സംഖ്യയിൽ ഒഴിച്ച് വേറെ ഏതെങ്കിലും സംഖ്യ 6ൽ അവസാനിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോ നമ്മുടെ ഉത്തരം അവസാനിക്കുന്ന എന്തിലായിരിക്കും? 6ലായിരിക്കും. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നോക്കേണ്ടത്, ഇനി ഇത് നോക്കണ്ട, ഈ പോർഷൻ ഇനി നോക്കണ്ട. ഇനി ഈ ഒരു സംഖ്യ മാത്രം നോക്കിയാൽ മതി. ഈ 17 താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ്. പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പെർഫെക്റ്റ് ക്യൂബ്. 1 പെർഫെക്റ്റ് ക്യൂബ് ആണ്, 8 പെർഫെക്റ്റ് ക്യൂബ് ആണ്, 27 പെർഫെക്റ്റ് ക്യൂബ് ആണ്, 64 പെർഫെക്റ്റ് ക്യൂബ് ആണ്, 125 ഇതൊക്കെ പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. അപ്പോ ഈ പറഞ്ഞ 17 താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണോ ആ സംഖ്യ കണ്ടുപിടിക്കുക. അത് ഏത് സംഖ്യയുടെ ക്യൂബ് റൂട്ട് ആണെന്ന് കണ്ടുപിടിക്കുക. നോക്കി നോക്കൂ. 17 താഴെ വരുന്ന ഇതിൽ ഏത് സംഖ്യയാണ് താഴെ വരുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. 17 താഴെ വരുന്ന സംഖ്യ ഇതിൽ ഏതാണ് 17 താഴെ വരുന്നത്? 8 അല്ലേ? 17 താഴെ വരുന്നത് 1, 8, 27 ഒക്കെയാണ് പെർഫെക്റ്റ് ക്യൂബ്. 17 താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ് അല്ലെ? 8ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 2 ആണ്. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 26 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഒരു ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. ഞാനത് ഒന്നും കൂടെ പറഞ്ഞു തരാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് 1-2 പ്രാവശ്യം പറയേണ്ടി വരും. ഒരു കുഴപ്പമില്ല. ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോവാം. ഒന്ന് കമന്റ് ചെയ്യാം. ജസീം, ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യാം. ലൈവിലുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടെ പറയാം. ഒരു പ്രശ്നമില്ല. ഓക്കെ, ഒന്നും കൂടെ പറയാം. ശരി. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ക്യൂബ് റൂട്ട് കാണണം. ഇങ്ങനെയാണ് ചോദ്യം വരിക. 3 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആ സംഖ്യയെ വലതുഭാഗത്ത് നിന്നും 3 ഡിജിറ്റ് അപ്പുറം സെപ്പറേറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഏത് സംഖ്യയിലാണ് ഈ ക്യൂബ് അവസാനിക്കുന്നത് നോക്കി. എത്രയിലാണ് അവസാനിക്കുന്നത്? 6ലാണ് അവസാനിക്കുന്നത് അല്ലെ? 6ൽ അവസാനിക്കുന്നത് ഏത് സംഖ്യയുടെ ക്യൂബാണ്? ഈ ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് സംഖ്യയുടെ ക്യൂബാണ് 6ൽ അവസാനിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതിന്റെയാണ് 6ൽ അവസാനിക്കുന്നത് അല്ലെ? 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ ക്യൂബാണ് എവിടെ അവസാനിക്കുക? 6ൽ അവസാനിക്കുക. അപ്പോ ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 6 ആയിരിക്കും. നമ്മുടെ ഉത്തരം അവസാനിക്കുന്ന എന്തിലായിരിക്കും? 6ലായിരിക്കും. 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ ക്യൂബ് മാത്രമാണ് 6ൽ അവസാനിക്കുള്ളൂ. അപ്പോ ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ്, 17 താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏത് സംഖ്യയുടെയാണെന്ന് നോക്കാം. പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് ഈ വലതുഭാഗത്ത് കൊടുത്തിട്ടുള്ളതാണ്. 1, 8, 27, 64, 125, 216, 300 ഇതൊക്കെയാണ് പെർഫെക്റ്റ് ക്യൂബ്. അപ്പോ 17 താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏത് സംഖ്യയുടെയാണ്? ഇവിടെ ഏതാണ്? 1, 8, 27 ഒക്കെയാണ്. അപ്പൊ 17 താഴെ വരുന്നത് ഏതാണ്? 8 ആണ് അല്ലെ? 8ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 2 ആണ്. അപ്പൊ 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോ 26. ആ 2 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. ഇത് ഒറ്റ ചോദ്യത്തിൽ നിന്നൊന്നും ക്ലിയർ ആവില്ല കേട്ടോ. കാരണം നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ്. നമ്മളിതൊന്നും സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമല്ല. നമ്മൾ ശരിക്കും ചെയ്തു പോവാണെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് പിടിച്ചാൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല.
നമുക്ക് അടുത്ത ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോക്കാം. ഇത് ഇത് നോക്കാം. ഈ സെക്കൻഡ് വൺ നോക്കാം. 97 336. 97 336. ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇത് രണ്ടാമത്തെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഉത്തരം ഏതോ ഒരു സംഖ്യ 3 പ്രാവശ്യം ഗുണിച്ചപ്പോഴാണ് ഇത് കിട്ടിയത് അല്ലെ. അപ്പോ 6ലാണ് ആ സംഖ്യയുടെ ക്യൂബ് അവസാനിക്കുന്നത് അല്ലെ. 6ലാണ് ആ സംഖ്യയുടെ ക്യൂബ് അവസാനിക്കുന്നത്. 6ൽ അവസാനിക്കുന്നത് ഏത് സംഖ്യയുടെ ക്യൂബിലായിരിക്കും? നോക്കൂ, നമ്മുടെ ടേബിൾ നോക്കുകയാണ് അല്ലെ. 6ൽ നേരത്തെ അതേ ചോദ്യം തന്നെ എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലെ. നേരത്തെ എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലെ. 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ ക്യൂബ് മാത്രമാണ് 6ൽ അവസാനിക്കുള്ളൂ. ഇനി ഈ പോർഷൻ നോക്കണ്ട. ഇനി നോക്കേണ്ട എന്താണ്? 97ന് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏത് സംഖ്യയുടെ നോക്കുക. ആ ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കി. 97ന് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണ് വരുന്നത്? നിങ്ങൾ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ ആദ്യം കേൾക്കുന്ന ബുദ്ധിമുട്ടാണ്. ഒരാഴ്ച നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും. ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടി ആണ്. ആ 97ന് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണ്? നോക്കൂ, 1, 8, 27, 64, 125. 97ന് താഴെ വരുന്നത് 64ആണ്. 64ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 4ആണ്. അപ്പോ നമ്മുടെ ഉത്തരം അവസാനിക്കുന്നത് എന്തായിരിക്കും? 46ലായിരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ? ഇനി അടുത്തതായിട്ട് ആദ്യത്തെ നമുക്ക് അവസാനം നോക്കാം. ഇതൊന്ന് നോക്കി നോക്കൂ. 2,26,981. നോക്കുക, ഇങ്ങനത്തെ ചോദ്യം വരുന്ന സമയത്താണ് എക്സാം ടഫ് ആവുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് 10 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 15 സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും മുന്നിലെത്തുകയാണ്. എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? ഒന്ന് കമന്റ് ചെയ്ത്. അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യും. ഉത്തരം കിട്ടുന്നവർ ഒന്ന് കമന്റ് ചെയ്യേ. ഓക്കെ, നന്ദൻ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായിരിക്കും ഈ ചോദ്യം കേട്ടോ? മൂന്നാമത്തെ ചോദ്യം ഇതാണ് നമുക്ക് ആവശ്യം. ഇത് ഉത്തരം കിട്ടുന്നവരൊന്ന് കമന്റ് ചെയ്യാം. നോക്കുക, നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ ഉത്തരം അവസാനിക്കുന്നത് നമുക്ക് 2 ലെറ്റർ ആവശ്യമുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വലതുഭാഗത്ത് നിന്നും 3 ഡിജിറ്റ് അപ്പുറം നമ്മൾ സെപ്പറേറ്റ് ചെയ്തു അല്ലെ. വലതുഭാഗത്ത് നിന്നും 3 ഡിജിറ്റ് അപ്പുറം സെപ്പറേറ്റ് ചെയ്തു. ഒന്നിൽ അവസാനിക്കുന്നത് ഏത് സംഖ്യയുടെ ക്യൂബ് ആയിരിക്കും? ഒന്നിൽ അവസാനിക്കുന്നത് ഏത് സംഖ്യയുടെ ക്യൂബ് ആയിരിക്കും? ഒന്ന് നോക്കി. ഒന്നിൽ അവസാനിക്കുന്നത് ഏത് സംഖ്യയുടെ ക്യൂബ് ആയിരിക്കും? നോക്കി നോക്കൂ. ഒന്നിൽ അവസാനിക്കുന്നത് എന്തിന്റെ ക്യൂബ് ആയിരിക്കും? ഒന്നിന്റെ ക്യൂബ് ആയിരിക്കില്ലേ. അപ്പോ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. ഒന്നിൽ അവസാനിക്കുന്നത് ഒന്നിന്റെ ക്യൂബ് ആയിരിക്കും. അപ്പോ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. ഇനി ഈ ഭാഗം നോക്കുകയാണെങ്കിൽ 226ന് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏത് സംഖ്യയുടെ നോക്കുക. ടേബിൾ നോക്കുക. ഇതാണ് ബൈ ഹാർട്ട് അടിക്കണം പറഞ്ഞത് അതുകൊണ്ടാണ്. 226ന് താഴെ വരുന്ന ഏതാണ്? 216 ആണ്. 216 എന്തിന്റെ ക്യൂബാണ്? 6ന്റെ ക്യൂബാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 61 ആയിരിക്കും. ഇതും നമുക്ക് നോക്കാം. അതിനു മുന്നായിട്ട് ഈ 3 ചോദ്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. എല്ലാവർക്കും മനസ്സിലായിട്ട് നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് തുടക്കത്തിൽ വളരെ സ്ലോ ആയിട്ട് തന്നെ പോകുള്ളൂ. നമുക്ക് ഗ്രാജുവലി സ്പീഡ് കൂട്ടി വരാം. അപ്പോൾ ഒരുപാട് പേര് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും പാസ്സാവണം. അപ്പോ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. സെറ്റ് ആണോ? ഓക്കെ ആണോ? എന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, ശില്പ രഞ്ജു രവിയൊക്കെ ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കമന്റ് ചെയ്യാവോ? നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഓക്കെ ആണോ? ഇതിപ്പോ കഴിയും ട്ടോ. ഈ ടോപ്പിക് ഇപ്പൊ കഴിയും. ഇത് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 15 സെക്കൻഡിനുള്ളിൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ലെവലിലാവും. ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഇതുവരെ പറഞ്ഞത് ഓക്കെയാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഓക്കെ ആണ്.
ക്ലിയർ ആണോ? എന്നാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അവസാനത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, അഭിജിത്ത് ക്ലിയർ ആണ്. ഓക്കെ, അവസാനത്തെ ചോദ്യം എന്തായിരിക്കും നോക്കാം. ഇവിടെയാണ് നമ്മൾ മറ്റുള്ളവരിനേക്കാൾ എഡ്ജ് കിട്ടുന്ന ഇവിടെയാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം, അതായത് ഒരു ടഫ് ആയിട്ടുള്ള ചോദ്യം. ഈ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞ നിങ്ങൾ പോയിട്ട് ഏത് ആ, അത്രയും നന്നായി പഠിക്കുന്ന ആളുകളോടും ചോദിച്ചോളൂ, അവരപ്പോ പേന എടുക്കും. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിന് കാണുന്ന സമയത്ത് തന്നെ ഒരു 3-4 സ്റ്റെപ്പിൽ ഉത്തരം കണ്ടുപിടിക്കുകയാണ്. എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? എന്തായിരിക്കും? നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് വേണം. ലാസ്റ്റ് 2 ഡിജിറ്റ് വേണം. ഓക്കെ, ശ്രീദേവി, അമൃത ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 5ലാണ് അവസാനിക്കുന്നത് അല്ലെ? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വലതുഭാഗത്ത് നിന്നും 3 ഡിജിറ്റ് അപ്പുറം സെപ്പറേറ്റ് ചെയ്തു. ലാസ്റ്റ് ഡിജിറ്റ് അവസാനിക്കുന്നത് 5ലാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 5ലായിരിക്കും അവസാനിക്കുക. കാരണം 5ന്റെ ക്യൂബ് മാത്രമേ എന്തിൽ അവസാനിക്കുള്ളൂ? 5ൽ അവസാനിക്കുള്ളൂ അല്ലെ? അപ്പോ ഈ 375ന്റെ ജോലി കഴിഞ്ഞു. ഇനി ആ സൈഡ് നോക്കണ്ട. ഇനി നോക്കുക 166. 166ന് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏത് ഡിജിറ്റിലാണ് അവസാനിക്കുന്നത് നോക്കാം. നോക്കൂ, 166ന് താഴെ വരുന്ന ഏതാണ്? 125ആണ് അല്ലെ? അതിന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 5ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 55ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, നന്ദൻ, ശില്പ, കൃഷ്ണയ്ക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. നോക്കാം, ഞാൻ ഈ പറയുന്ന സമയമൊന്നുമില്ല, ഇതിന്റെ മനസ്സിലായി. ഓക്കെ, ആൻസി സേവർ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡിനുള്ളിൽ ഉത്തരമാണ്. പക്ഷെ ഈ ചോദ്യം സാധാരണ ഷോർട്ട് കട്ട് പഠിക്കാതെ വെറുതെ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ, കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം പഠിക്കാത്ത ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ ടഫാണ്. അവിടെയാണ് നമുക്ക് എഡ്ജ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉള്ള കാര്യങ്ങൾ സ്മാർട്ട് ആയിട്ട് പഠിക്കുക. ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നോക്കാം, ഞാൻ ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ റിവ്യൂ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണോ ഞാനത് ഒന്നും കൂടെ ഞാൻ എടുത്തു തരും. ഒരു കുഴപ്പമില്ല, മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടെ ക്ലാസ് എടുത്തു തരും. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ എത്രത്തോളം ക്ഷമ കാണിക്കുന്നോ അത്രത്തോളം നമ്മുടെ സപ്പോർട്ടും ഉണ്ടാവും. ഇനി അടുത്തൊരു ടൈപ്പും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം ഏകദേശം ക്ലിയർ ആവും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യൂബുകൾ എടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ ഉത്തരമാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ അടുത്തൊരു ഉത്തരം കൂടി ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ടോപ്പിക്ക് നിങ്ങൾ മറക്കില്ല. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും എന്നാണ് ചോദ്യം. 32,768. നമ്മൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. നമ്മുടെ ഉത്തരത്തിൽ 2 ഡിജിറ്റ് വേണം. ഒന്ന് ആലോചിച്ച് ഫസ്റ്റത്തെ കേട്ടോ, 32,768ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? ഇതാണ് ചോദ്യം. 32,768ന്റെ ക്യൂബ് റൂട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസി സേവിയർ ഇത്രയും കമന്റ് ചെയ്തിട്ടുണ്ട്. അമൃത കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആള് ശില്പ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ്? 8ലാണ് അവസാനിക്കുന്നത്. 8ൽ അവസാനിക്കുന്നത് ഏതിന്റെ ക്യൂബാണ്? 2ന്റെ ക്യൂബാണ് എന്തിൽ അവസാനിക്കുക? 8ൽ അവസാനിക്കുക. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് 2ആണ്. ഇനി ഇത് നോക്കണ്ട, ഇതിന്റെ ജോലി കഴിഞ്ഞു. 32ന് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണ്? 32ന് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് 27ആണ്. അതിന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 3ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 32ആയിരിക്കും. അപ്പൊ കുറെ പേര് ഉത്തരം കറക്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഇത് നമ്മൾ ഒരുപാട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവിന് ശേഷം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾ അത് സോൾവ് ചെയ്യുക, ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ചോദിക്കുക. അതിനുശേഷം മാത്രമാണ് അത് ക്ലിയർ ആക്കിയ ശേഷം മാത്രമാണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ഇന്ന് മാത്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റീസണിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാനില്ല, അതുകൊണ്ടാണ്. ഓക്കെ ആണെങ്കിൽ, ഒട്ടും ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യാവോ? അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യും. നമുക്ക് പരമാവധി മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അമൃത കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത് കോഡിംഗ് ആണ്. കോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമുക്ക് ഒരു SSC GD
ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കോഡിംഗ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചു പോവാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 10-20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ PDF ആയിട്ട് ഇട്ട് തരും. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻസ് ആണോ ഡൗട്ട് ഉള്ളത് അത് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ആ ചോദ്യങ്ങൾ മുഴുവൻ ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് ചോദ്യങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കോഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ABCD, A മുതൽ Z വരെ. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു ബ്ലാങ്ക് പേപ്പർ കിട്ടും. അപ്പൊ ആ ബ്ലാങ്ക് പേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് A മുതൽ Z വരെ ഒന്ന് എഴുതി വെക്കുക. ABCDEFG എല്ലാം എഴുതി വെക്കുക. അതിന് താഴെ 1, 2, 3, 4, 5, 6 അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇതൊക്കെ എക്സാമിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എയുടെ ഓപ്പോസിറ്റ് ലെറ്റർ നമ്മൾ അറിഞ്ഞിരിക്കണം. എയുടെ ഓപ്പോസിറ്റ് ലെറ്റർ എന്താണ്? Z ആണ്. ബിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ Y ആണ്. സിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ X ആണ്. ഡിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ W ആണ്. ഇയുടെ ഓപ്പോസിറ്റ് ലെറ്റർ B ആണ്. അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യവും കൂടെ കമന്റ് ചെയ്യണം. അപ്പൊ അത് പഠിക്കാനുള്ള ഒരു കോഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഇരുന്ന് ഒന്ന് ബൈ ഹാർട്ട് അടിക്കാം. പിന്നെ ജസ്റ്റ് ഈ നമ്പേഴ്സ് ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു കോഡൊക്കെ ഉണ്ട്. ആ കോഡൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഇജോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ഇ എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ ആണ്. ജെ എന്ന് പറയുന്നത് 10 ആണ്. ഒ എന്ന് പറയുന്നത് 15 ആണ്. ടി 20 ആണ്. Y 25 ആണ്. അപ്പൊ ഈ കോഡുകളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. അപ്പോ ഇനി ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ SSC GDയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോ ഇതിൽ 4 ടൈപ്പ് ചോദ്യമാണ് വരിക. 4 ടൈപ്പ് ചോദ്യമാണ് വരിക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ അല്ലെങ്കിൽ സിംബൽ കോഡിംഗ്. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട്, ഇൻ ദിസ് മെത്തേഡ് ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് ആർ റീപ്ലേസ്ഡ് വിത്ത് നമ്പേഴ്സ് ഓർ സിംബൽസ്. അതായത് ഒരു ആൽഫബറ്റിനെ നമ്മൾ നമ്പർ അല്ലെങ്കിൽ സിംബൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചോദ്യം കണ്ടാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. നോക്കുക, യോഗേർട്ട് എന്ന് പറയുന്ന വാക്ക് ഒന്ന് നോക്കിയേ. യോഗേർട്ട് എന്ന് പറയുന്ന ഒരു വാക്കിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. യോഗേർട്ട് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഈ ഒരു വാക്കിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ കാണാം. യോഗേർട്ട് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഡെവലപ്പിന്റെ കോഡ് ഉണ്ട് എന്നാണ് ചോദ്യം. നോക്കുക, നമുക്ക് ഈസി ആയിട്ട് 6 മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ 4 ടൈപ്പ് മാത്രം പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മനോഹരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കാം, മാത്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ 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 പിടിക്കാം, കുഴപ്പമില്ല. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് കുറച്ച് പരിമിതികളുണ്ട്. പക്ഷെ നമ്മളത് പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഗ്രൂപ്പിൽ ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചോളൂ, ക്ലിയർ ചെയ്ത്. അപ്പോ നോക്കുക, ഇങ്ങനെയാണ് ചോദ്യം വരാൻ സാധ്യതയുള്ള ടൈപ്പാണ്. നോക്കുക, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡുകളുടെ ഒക്കെ നമ്പർ പഠിച്ചത്, ലെറ്റേഴ്സിന്റെ ഒക്കെ നമ്പർ പഠിച്ചത്. നോക്കി നോക്കൂ, Y 25 അല്ലെ, O 15, G എന്ന് പറയുന്നത് 7, H എന്ന് പറയുന്നത് 8. നോക്കി നോക്കൂ, നമ്മുടെ ലെറ്റർ സീരീസിൽ നോക്കിയാൽ മതി. യോഗേർട്ട് അല്ലേ, Y എന്ന് പറയുന്നത് എന്തായിരുന്നു? 25 ആയിരുന്നു അല്ലെ. Y എന്ന് പറയുന്നത് 25 ആണ്. O എന്ന് പറയുന്നത് 15 ആണ്. G എന്ന് പറയുന്നത് 7 ആണ്. ജസ്റ്റ് നോക്കി നോക്കൂ, 25, 15, 7. അതായത് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്ന എന്താണ്? I എത്രാമത്തെ ലെറ്റർ ആണ്? 25ാമത്തെ ലെറ്റർ ആണ്. അപ്പോ 25 എന്ന് ഫസ്റ്റ് എഴുതി. O എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ ആണ്. അപ്പോ 15 എന്ന് ഫസ്റ്റ് എഴുതി, സെക്കൻഡ് എഴുതി അല്ലെ. ഇനി G എന്ന് പറയുന്നത് 7ാമത്തെ ലെറ്റർ ആണ്. അങ്ങനെ Hന്റെ കോഡ്, Uയുടെ കോഡ്, Rന്റെ കോഡ്, Tയുടെ കോഡ് ഇങ്ങനെ എഴുതി പോയിരിക്കുകയാണ്. ചോദ്യം എന്താണ്? ഡെവലപ്പിന്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? D എത്രാമത്തെ ലെറ്റർ ആണ്? B എത്രാമത്തെ ലെറ്റർ ആണ്? 4ാമത്തെ ലെറ്റർ ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് എക്സാം തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് പേപ്പറിൽ എഴുതിയിടണം എന്ന് പറഞ്ഞത്. അത് നമുക്ക് എക്സാം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പേപ്പർ കിട്ടും. അതിൽ ജസ്റ്റ് നിർബന്ധമായിട്ടും ഈ കാര്യം ഒന്ന് എഴുതിയിടാം. അപ്പൊ അത്ര സമയമൊന്നും പോയില്ല, പക്ഷെ ഈസി ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഡി എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണ്? 4ാമത്തെ ലെറ്റർ ആണ്. ഇ എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ ആണ്. വി എന്ന് പറയുന്നത് 22ാമത്തെ ലെറ്റർ ആണ്. ഇ എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ ആണ് അല്ലെ. അങ്ങനെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. എൽ എന്ന് പറയുന്നത് 12ാമത്തെ ലെറ്റർ ആണ്.
ഒ എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ ആണ്, പി എന്ന് പറയുന്നത് 16ാമത്തെ ലെറ്റർ ആണ്. നമ്മൾ ഉത്തരം കിട്ടി. ഇത് SSC-GD പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ഒരു ടൈപ്പാണ് SSC-GD പരീക്ഷയ്ക്ക്. ഈ 4 ചോദ്യത്തിൽ ഒരു ടൈപ്പ് ഈ ചോദ്യമായിരിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ക്ലിയർ ആവും. അടുത്തെന്ന് പറയുന്നത് ലെറ്റർ ഓർ നമ്പർ കോഡിംഗ് ആണ്. അതായത് ഇവിടെ ലെറ്റർ ഓഫ് എ വേർഡ് ആർ റീപ്ലേസ്ഡ് ബൈ സർട്ടൈൻ അതർ ലെറ്റേഴ്സ് ഓർ നമ്പേഴ്സ് അക്കോർഡിംഗ് ടു എ സ്പെസിഫിക് പാറ്റേൺ. അതായത് ഒരു ലെറ്ററിന് പകരം വേറെ എന്തെങ്കിലും ലെറ്റർ ഒക്കെ വെച്ചിട്ട്, അത് ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ ഞാൻ സെപ്പറേറ്റ് എഴുതരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ കോഡ് ചെയ്തിരിക്കുന്നത് OPJUTFVR എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാക്ടറിനെ എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ചോദ്യം. ഫാക്ടറിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് ടൈപ്പ് 2 ആണ്. ഈ ഒയും ക്യൂ, UP ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെയായിരിക്കും ഒയും ക്യൂവും പിയും യുവും തമ്മിലുള്ള റിലേഷൻ എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടു. അതിനാണ് നമ്മുടെ ലെറ്റർ സീരീസ്, ആ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എളുപ്പമാവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഒയും ക്യൂവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒയും ക്യൂവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ഒരു ടൈപ്പ് ചോദ്യം വരാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ഈ ചോദ്യം ടഫാണ്, അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ള ഒരു ചോദ്യമാണ്. ഇത് സോൾവ് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എല്ലാ ചോദ്യവും എളുപ്പമായിരിക്കില്ല. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ ചോദ്യവും എല്ലാവർക്കും ഉത്തരം കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരിക്കില്ല. അപ്പൊ കുറെ ചോദ്യങ്ങൾ കുറെ പേര് മിസ്സാക്കിയാൽ മാത്രമാണ് നമുക്കൊരു കട്ട് ഓഫ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടഫ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ ക്യൂവും ഒയും തമ്മിലുള്ള ബന്ധം, യുവും പിയും തമ്മിലുള്ള ബന്ധം, ഇയും ജെയും തമ്മിലുള്ള ബന്ധം ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഒരു റിലേഷൻ കിട്ടുന്നുണ്ടോ നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്യൂവും ഒയും തമ്മിലുള്ള ബന്ധം, അങ്ങനെ എന്തെങ്കിലും റിലേഷൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, അവിടെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ടഫായി മാറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കൂ. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യൂവും ഒയും യുവും പിയും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോ SSC-GD ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇത് ശരിക്കും കോഡിങ് വന്നിരിക്കുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ, ഇതിന്റെ ചോദ്യം വന്നിരിക്കുന്നത്, ഇത് ശരിക്ക് ഡയറക്റ്റ് ആയിട്ടല്ല അവർ കോഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കോഡിംഗ് അല്ല അവർ കൊടുത്തിരിക്കുന്നത്. നോക്കിയോക്കൂ, ക്യൂ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒരു റിലേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ക്രോസ് ആയിട്ടുള്ള റിലേഷനിലേക്കാണ്. ക്യൂ ആർ ബന്ധം കാണുന്നുണ്ടോ? UV EF ST TU IJ OPNO. നോക്കി നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് അവർ നമ്മളെ പറ്റിച്ചത്. നോക്കി നോക്കൂ. നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്ന എന്താണ്? ക്യൂവും ഒയും തമ്മിലുള്ള ബന്ധം, യുവും പിയും തമ്മിലുള്ള ബന്ധം. നമുക്ക് ഉത്തരം കിട്ടില്ല. അതാണ് നമ്മൾ അടുത്ത സെക്കൻഡ്, ഒരു സെക്കൻഡ് നമ്മൾ വേസ്റ്റ് ആക്കാതെ അടുത്ത സെക്കൻഡിലേക്ക് നമ്മൾ ഉത്തരത്തിലേക്ക് പോകണം. നോക്കി നോക്കൂ, ഇവിടെ ശരിക്കും കോഡ് ചെയ്തിരിക്കുന്നത്, ക്യൂവിന്റെ കോഡ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ആണ്. ക്യൂ കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആർ ആണ് അല്ലെ? QR അത് അവർ അവസാനം കൊണ്ട് എഴുതി. യുവിന്റെ കോഡ് വന്നിരിക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് ആണ്. UV തൊട്ടടുത്ത ലെറ്റർ ആണ്, അവിടെ വന്നു. അടുത്തത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ലെറ്റർ F ആണ്, അത് തേർഡ് വന്നു. S കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ T ആണ് അല്ലെ? അങ്ങനെ റിവേഴ്സ് ആയിട്ടാണ് അവർ കോഡ് ചെയ്തു പോയിരിക്കുന്നത്. SSC-GD പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആളുകളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു 50 ചോദ്യം ചെയ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പാറ്റേണും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് തുടക്കത്തിലെ ബുദ്ധിമുട്ട് ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത്
ഇനിയുള്ള ഉത്തരമാണ്. അതായത് ചോദ്യം എന്താണ്? ഫാക്ടർ ആണ്. നമുക്ക് കോഡ് വേണ്ട എന്താണ്? ഞാനിത് മായ്ക്കുകയാണ്. കോഡ് വേണ്ട എന്താണ്? കോഡ് വേണ്ടത് ഫാക്ടറിന്റെ ആണ് അല്ലെ? ഫാക്ടറിന്റെ കോഡാണ് വേണ്ടത്. അപ്പോ നമ്മളിവിടെ എഴുതുകയാണ് ഫാക്ടർ എന്നുള്ള കോഡ് എഴുതുകയാണ്. അപ്പോ ആ ചോദ്യം മനസ്സിലാക്കി. എന്താണ്? ആദ്യത്തെ ലെറ്ററിന്റെ കോഡ് അവസാനത്തേക്കാണ് വരിക. നോക്കുക. അപ്പൊ എഫിന്റെ കോഡ് വരുന്നത് എവിടേക്കായിരിക്കും? ഇവിടെ ആയിരിക്കും. എഫിന്റെ കോഡ് എന്താണ്? ജി ആണ്. എയുടെ കോഡ് ഡി ആണ്. സിയുടെ കോഡ് ഡി ആണ്. ടിയുടെ കോഡ് യു ആണ്. ഒയുടെ കോഡ് പി ആണ്. ആറിന്റെ കോഡ് എസ് ആണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡീകോഡിങ്, ആ വാക്കൊന്നും ആലോചിക്കുക. കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ് ടോപ്പിക്കിന്റെ പേര്. അപ്പൊ നമുക്ക് ഡീകോഡിങ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ടോപ്പിക്കിന് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾക്കുള്ള ചോദ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ബാക്കിൽ വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഒന്ന് കമന്റ് ചെയ്ത്, പെട്ടെന്ന് കമന്റ് ചെയ്ത്. നമുക്ക് അടുത്ത ടൈപ്പിക്കിലേക്ക് പോകേണ്ടതാണ്, സമയമില്ല. ക്ലിയർ ആണ്? ഓക്കെ. അമൃത ക്ലിയർ ആണ്. വേറെ ആരെങ്കിലും? ശില്പ ഓക്കെ. ബാക്കിയുള്ളവർ? ഓക്കെ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വേർഡ് കോഡിംഗ് ആണ്. വാക്കുകൾ വെച്ചിട്ടുള്ള കോഡിംഗ് ആണ്. കോഡിംഗ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ചോദ്യം കണ്ടാൽ മനസ്സിലാവും. അതിന്റെ എക്സ്പ്ലനേഷൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദ്യം കാണാം. ഫുട്ട് ഈസ് കോഡ് ആസ് എൽബോ. ജിഡിയുടെ അടുത്ത റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. ഈ റീസണിങ്ങിന്റെ കൂട്ടത്തിലെ ഏറ്റവും സിമ്പിൾ ചോദ്യം ഇതായിരിക്കും കേട്ടോ. റീസണിങ്ങിലെ ഏറ്റവും സിമ്പിൾ ചോദ്യം ഈ കാണുന്നതാണ്. കോഡിങ്ങിലെ ഏറ്റവും സിമ്പിൾ ചോദ്യം. ഫുട്ട് ഈസ് കോഡഡ് ആസ് എൽബോ. ഫുട്ട് എന്ന് പറയുന്നതിനെ നമ്മൾ എൽബോ എന്ന് വിളിക്കും. എൽബോനെ ആംഗിൾ എന്ന് വിളിക്കും. ആംഗിളിനെ പാം എന്ന് വിളിക്കും. പാം എന്ന് പറഞ്ഞാൽ അറിയാലോ, കൈ, ഉള്ളം കൈ അല്ലെ? പാമിനെ ഫിംഗർ എന്ന് വിളിക്കും. ഫിംഗറിനെ നീ, മുട്ട്, കാൽമുട്ട് എന്ന് വിളിക്കും. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോഡിങ്. ചോദ്യം ഇതാണ്. വാട്ട് വുഡ് വൺ വിയർ എ റിംഗ്? ഈ ലാംഗ്വേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് റിംഗ് ഇടുക, മോതിരം ഇടുക എന്നാണ് ചോദ്യം. അപ്പോ അത് നമുക്ക് അവിടെ ഡീകോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ തലയിൽ കൂടെ ഓടും. നമ്മുടെ ഓപ്ഷനിൽ ഫിംഗർ ഉണ്ടാവും, ആംഗിൾ ഉണ്ടാവും, പാം ഉണ്ടാവും, നീ ഉണ്ടാവും. നിങ്ങൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും മാർക്ക് ചെയ്യുക? നമ്മൾ എവിടെയാണ് മോതിരം ഇടുക? ആലോചിച്ച് ഉത്തരം പറയാട്ടോ. തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മോതിരം ഇടുന്നത് എവിടെയാണ്? അതിന്റെ കോഡ് എന്താണ്? അതാണ് ആലോചിക്കേണ്ടത്. മോതിരം എവിടെയാണ് ഇടുക? വാട്ട് വുഡ് വൺ വിയർ എ റിംഗ്? ഒരാൾ എവിടെയാണ് മോതിരം ഇടുക എന്നാണ് ചോദ്യം. SSC GDയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ. ശില്പ ആൻസർ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് മോതിരം ഇടുക? അതിന്റെ കോഡ് എന്താണ്? അത് ശ്രദ്ധിക്കുക, അത് നോക്കാം. എവിടെയാണ് നമ്മൾ മോതിരം ഇടുക? ഫിംഗറിലാണ് അല്ലെ? ഫിംഗറിലാണ്. ഫിംഗറിന്റെ കോഡ് എന്താണ്? ഫിംഗറിന്റെ കോഡ് എന്തായിരുന്നു? ഈ ഇത് നോക്കി നോക്കൂ. ഈ കോഡിങ്ങിൽ നോക്കി നോക്കൂ. അപ്പൊ ഇതൊന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ചോദ്യം വായിക്കുക. എവിടെയാണ് റിംഗ് ഇടുക? റിംഗ് ഇടുന്ന എവിടെയാണ്? ഫിംഗറിലാണ്. ഫിംഗറിന്റെ കോഡ് എന്താണ്? ഫിംഗറിന്റെ കോഡ് നീ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നീ ആയിരിക്കും. ഇതാണ് ചോദ്യം. ഇത് കാണുന്ന സമയത്ത് തന്നെ കുറെ പേര് ചിലപ്പോൾ ആദ്യം തന്നെ കയറിയിട്ട് ഫിംഗർ കുത്തും. അങ്ങനെ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട്. SSC GDയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവസാനത്തെ ടൈപ്പിലേക്ക് പോവാണ്. അവസാനത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടീഷൻ കോഡിംഗ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങളൊന്ന് വീഡിയോ കഴിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കുക. ചോദ്യം ഇതാണ്. ഗേറ്റ് ഈസ് കോഡഡ് ആസ് ഇങ്ങനെ. ഗേറ്റിനെ കോഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. 5 സ്റ്റാർ 3 ഡോളർ. ടൂർ ഈസ് റിട്ടൺ ആസ് 3 2 ആൻഡ് പെർസെന്റേജ്. അങ്ങനെയാണെങ്കിൽ അർജ് എന്ന് പറഞ്ഞ വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ചോദ്യം. ഇതാണ് ലാസ്റ്റ് ടൈപ്പ് ചോദ്യം. എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക?
ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കാം. ഗേറ്റ്, ഞാനിവിടെ ഒന്ന് മാറ്റി എഴുതാം. ഗേറ്റിന്റെ കോഡ് തന്നിട്ടുണ്ട് 5*3 അല്ലെ. പിന്നെ ടൂറിന്റെ കോഡ് തന്നിട്ടുണ്ട് TOUR. ടൂറിന്റെ കോഡ് എന്ന് പറയുന്നത് 3, 2 ആൻഡ് പെർസെന്റേജ് അല്ലെ. 4 കോഡ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? അർജന്റ് കോഡാണ് അല്ലെ. അപ്പോ യുവിന്റെ കോഡ് ഇവിടെ ഉണ്ട്, ആറിന്റെ കോഡ് ഇവിടെ ഉണ്ട്, ജിയുടെ കോഡ് ഇവിടെ ഉണ്ട്, ഇയുടെ കോഡ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. അതായത് യുവിന്റെ കോഡ് എന്താണ്? യുവിന്റെ കോഡ് എന്തായിരുന്നു? ആൻഡ് ആണ് അല്ലെ. യുവിന്റെ കോഡ് ആൻഡ് ആണ്. ആറിന്റെ കോഡ് പെർസെന്റേജ് ആണ്. ജിയുടെ കോഡ് എന്താണ്? 5 ആണ്. ജിയുടെ കോഡ് 5 ആണ്. പിന്നെ ഇയുടെ കോഡ് എന്താണ്? ഇയുടെ കോഡ് ഇവിടെ തന്നിട്ടുണ്ട്, ഡോളർ സിമ്പൽ ആണ്. ഇതാണ് ഉത്തരം. ആൻഡ് പെർസെന്റേജ് $5. ഇതാണ് നമ്മുടെ കോഡിങ്ങിൽ വരാൻ സാധ്യതയുള്ള ടൈപ്പ് ചോദ്യങ്ങൾ. ഇതൊക്കെയാണ്. നോക്കുക, ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ടൈപ്പ് കഴിഞ്ഞു. കുറച്ച് ക്ഷമ കാണിക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ്, അപ്പൊ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നോക്കുക, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ വരുന്ന ആളുകൾ ക്ലാസ് തുടങ്ങിയിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഓക്കെ ആയി, ആദ്യത്തെ 2 ദിവസമൊക്കെ ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. കാരണം ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതൊന്നുമല്ല, നമ്മൾ ഇതൊന്ന് സെറ്റായി വരാൻ ഒരു 3 ദിവസം പിടിക്കണം. ഒരു 3 ദിവസത്തെ ക്ഷമ കാണിക്കാം. അപ്പൊ അതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ ഒരു പോയിന്റ്. അതാണ് ഒരു 3 ദിവസത്തെ ക്ഷമ കാണിക്കാം. നോക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. നമ്മളൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സിൽ 5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പൊ അവരൊക്കെ ഇറങ്ങി ഓടാതിരിക്കുന്ന തന്നെ അവരുടെ ഏറ്റവും വലിയ ക്ഷമയുടെ ഉദാഹരണമാണ്. ഓക്കെ, നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, മെല്ലെ പോകുന്നുള്ളൂ കേട്ടോ, ധൃതിയൊന്നുമില്ല, മെല്ലെ പോകുന്നുള്ളൂ. SSC GD പരീക്ഷയ്ക്ക് 2023 ചോദിച്ച ചോദ്യം. ഇതൊന്നും കൂടെ കാണുക കേട്ടോ. നിങ്ങൾ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാണുക. 2-3 പ്രാവശ്യം കണ്ടാലൊക്കെ മനസ്സിലാവുണ്ടാവുള്ളൂ. ചോദ്യം ഇതാണ്. ഫോഴ്സ് എന്ന് പറയുന്ന വാക്കിനെ 47 എന്ന് കോഡ് ചെയ്തു. ഗ്രീൻ എന്ന് പറയുന്ന വാക്കിനെ 49 എന്ന് കോഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫ്ലേവർ എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് എന്ത് എന്നാണ് ചോദ്യം. അപ്പോ നമ്പർ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് ഫോഴ്സ് എന്ന് പറയുന്ന കോഡിനെ 47 എന്ന് പറയുന്ന ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിനെ നമ്പർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എഫിന്റെ കോഡ് 6 ആണ് അല്ലെ. O എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ ആണ്. R എന്ന് പറയുന്നത് 18ാമത്തെ ലെറ്റർ ആണ്. C എന്ന് പറയുന്നത് 3ാമത്തെ ലെറ്റർ ആണ്. E എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാ ലെറ്ററിന്റെയും നമ്പർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് നോക്കി നോക്കൂ, എന്തെങ്കിലും ബന്ധം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഫോഴ്സ് എങ്ങനെ 47 ആയി? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഫോഴ്സ് എങ്ങനെയാണ് 47 ആയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫോഴ്സ് എങ്ങനെയാണ് 47 ആയത്? എന്തെങ്കിലും ബന്ധം കാണാനുണ്ടോ? സ്ക്രീനിൽ നോക്കുമ്പോൾ 6, 15, 8, 3, 5 എന്താണ് ഒരു റിലേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്? ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്പർ എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ഇതെല്ലാം കൂട്ടി എന്ത് കിട്ടും? 15 മാറും 21, 21ഉം 18ഉം എത്ര വരും? 39. 39ഉം 3ഉം 42, 42ഉം 5ഉം 47 അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണോ തന്നിരിക്കുന്നത് അതിന്റെ നമ്പർ ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 47 കിട്ടി. അപ്പൊ ഗ്രീനും അത് ഫോളോ ചെയ്യണ്ടോ നോക്കുക. അപ്പൊ ഗ്രീനിന്റെ ലെറ്റേഴ്സ് കൂടെ ഞാനൊന്ന് എഴുതരാം. ഗ്രീനിന്റെ G 7 ആണ്, R 18 ആണ്, E 5 ആണ്, E 5 ആണ്, N 14 ആണ്. 7, 18, 5, 5, 14 ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? 49 എന്നുള്ള സംഖ്യ കിട്ടും. അപ്പോ നമ്മൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ചോദ്യം എന്താണ്? ഫ്ലേവർ ആണ് അല്ലെ. നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ ഒന്ന് ചെയ്തു പോവാട്ടോ. എന്നത് മാത്രമാണ് ക്ലാസ് ഒന്നും കൂടെ എഫക്റ്റീവ് ആവുള്ളൂ. ഫ്ലേവറിന്റെ കോഡ് എന്തായിരിക്കും? ഫ്ലേവറിന്റെ കോഡ് എന്തായിരിക്കും നോക്കുക. എഫിന്റെ കോഡ് എന്തായിരിക്കും? എഫിന്റെ കോഡ് 6 ആണ്. എല്ലിന്റെ കോഡ് 12 ആണ്. എയുടെ കോഡ് 1 ആണ്. വിയുടെ കോഡ് 22, ഓയുടെ കോഡ് 15, യുവിന്റെ കോഡ് 21, ആറിന്റെ കോഡ് 18. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരായി.
നോക്കാം എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നത് നോക്കി നോക്കൂ. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്താണ്? 95 നിങ്ങൾ ഇത് ക്ഷമയോടെ ഇരുന്ന് ചെയ്തു നോക്കാട്ടോ. വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി ഇരുന്ന് കാണുക, ക്ഷമയോടെ ഒന്ന് ചെയ്തു നോക്കുക. ഉത്തരം എന്ന് പറയുന്നത് 95 ആയിരിക്കും. കുറച്ച് പേർക്ക് ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കാം. ജിഡിയുടെ ചോദ്യമാണ്, 2023 ചോദ്യമാണ്. കാർട്ട് ലൈറ്റിനെ സ്ട്രോ ഹാൻഡിൽ എന്ന് നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ട്. കാർട്ട് ലൈറ്റിനെ സ്ട്രോ ഹാൻഡിൽ എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. പ്ലഗ് ലൈറ്റിനെ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത് ടോസ് ഹാൻഡിൽ എന്നാണ്. അടുത്തത് കാർട്ട് പ്ലഗിനെ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത് ടോസ് സ്ട്രോ എന്നാണ്. ചോദ്യം ഇതാണ്, കാർട്ടിന്റെ കോഡ് എന്താണ്? ഇതാണ് ചോദ്യം. കാർട്ടിന്റെ കോഡ് ഏതാണ്? കേട്ടോ, ഇത് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ വായനയിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇതൊക്കെ ഈസി ആയിട്ട് മാറും. ചോദ്യം കാർട്ടിന്റെ കോഡ് ഏതാണ്? ഈ 3 പോയിന്റിൽ നിന്നും നമ്മൾ കാർട്ടിന്റെ കോഡ് കണ്ടുപിടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. കാർട്ടിന്റെ കോഡ് ഒറ്റ സെക്കൻഡിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഒറ്റ സെക്കൻഡിൽ. ഓപ്ഷനിൽ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലുണ്ട്. ഇതാണ് ഓപ്ഷൻസ്. ഒറ്റ സെക്കൻഡിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് കാർട്ടിന്റെ കോഡാണ് അല്ലെ? കാർട്ട് ഉള്ളത് എവിടെയാണ്? കാർട്ട് ഇവിടെയുണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ? ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടെ കാർട്ട് ലൈറ്റ് ആണ്, ഇവിടെ കാർട്ട് പ്ലഗ് ആണ്. അപ്പൊ ഇവിടെ രണ്ടോടത്തും കോമൺ ആയിട്ടുള്ള വാക്ക് എന്തായിരിക്കും? കാർട്ടിന്റെ കോഡായിരിക്കും അല്ലെ? കാർട്ടിന്റെ കോഡ് എന്താണ്? അപ്പൊ എന്തായിരിക്കും? രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ട് വരുന്നത് കാർട്ടിന്റെ കോഡ് മാത്രമായിരിക്കും അല്ലെ? അപ്പോ കാർട്ടിന്റെ കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രോ എന്നുള്ളതായിരിക്കും കാർട്ടിന്റെ കോഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. കാർട്ടിന്റെ കോഡ് എന്ന് പറയുന്നത് സ്ട്രോ എന്നുള്ളതായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അമൃത, ശില്പ, രഞ്ജു, രവിയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം സ്ക്രീനിൽ കാണുന്നുണ്ട്. ബയ്യറിന്റെ കോഡ് CSZCS ആണ്. ചൈൽഡിന്റെ കോഡ് DFIJE ആണ്. ഡെത്തിന്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ട്രിക്കി ആയിട്ടുള്ള ചോദ്യം കേട്ടോ, കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം കണ്ടുപിടിക്കാൻ ഇതൊക്കെ നോക്കാം. ഒരു ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം ഈ ക്ലാസ് കഴിയുന്ന സമയമാകുമ്പോഴേക്കും. ഓക്കെ, എന്തായിരിക്കും ഡെത്തിന്റെ കോഡ് എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടുന്നവരൊന്ന് കമന്റ് ചെയ്യാം. ഇത് ഓപ്ഷൻ എടുക്കാനുള്ള കുറച്ച് ട്രിക്കുകളൊക്കെ ഉണ്ട്, അത് പറഞ്ഞുതരാം. എന്തായിരിക്കും ഡെത്തിന്റെ കോഡ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കോഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഞാൻ ഒരു ഏകദേശം 10 ടൈപ്പ് ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ 10 ചോദ്യം നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പിക് വൃത്തിയായിട്ട് കഴിയുന്നതാണ്. അപ്പൊ ജസ്റ്റ് നോക്കാം. ബിയുടെ കോഡ് എന്തായിരുന്നു? ബിയുടെ കോഡ് സി ആണ്. ബി എങ്ങനെയാണ് സി ആവുക? തൊട്ടടുത്ത ലെറ്റർ അല്ലെ? ബി സി. യു നോക്കുന്ന സമയത്ത് അത് എസ് ആണ്. ശരിക്കും യു കഴിഞ്ഞാൽ വരുന്ന കോഡ് ഏതാണ്? യു അല്ലെ? യു വി ആണ് വരേണ്ടത്, പക്ഷെ ഇവര് കൊടുത്തിട്ടുള്ളത് എസ് ആണ്. അപ്പൊ തൊട്ടടുത്ത ലെറ്റർ എന്നുള്ള ബന്ധം ഇവിടെ വരുന്നില്ല. അപ്പൊ നമുക്ക് അടുത്തതും കൂടെ ചെക്ക് ചെയ്യാം. വൈയുടെ ലെറ്റർ വരുന്ന എന്താണ്? സെഡ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കോഡ് സെഡ് ആണ്. അതായത് വൈ കഴിഞ്ഞ തൊട്ടടുത്ത് വരുന്ന ലെറ്റർ ആണ് സെഡ് അല്ലെ? ഇനി ഇയുടെ കോഡ് കൊടുത്തിരിക്കുന്നത് സി ആണ്. പക്ഷെ ഇ കഴിഞ്ഞാൽ എഫ് ആണ് വരേണ്ടത്, പക്ഷെ ഇവര് കൊടുത്തിട്ടുള്ളത് സി ആണ്. ആറ് കഴിഞ്ഞാൽ ആ ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കാം, ഇ ബി വൈ അതേപോലെ ആർ, ഈ മൂന്നിന്റെയും ലെറ്റർ കറക്റ്റ് ആയിട്ട് തൊട്ടടുത്ത ലെറ്റർ ആണ് വരുന്നത്. പക്ഷെ യുവിന്റെയും ഇയുടെയും ലെറ്റർ വരുന്നത് ആ ഒരു റിലേഷനിലല്ല. ഇത് നിങ്ങൾ സി ചൈൽഡിന്റെ നോക്കാം. സി കഴിഞ്ഞാൽ ഡി വർക്ക് ആവുന്നുണ്ട് അല്ലെ? അടുത്തത് അല്ലെ ചൈൽഡ് ആണ്. എന്തായിരുന്നു? ചൈൽഡിന്റെ കോഡ് അവരെ അവിടെ കൊടുത്തിട്ടുണ്ട്.
ഡി, എഫ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇവിടെ വരുന്നൊരു റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? അതായത് നമ്മൾ ആ ലെറ്റർ സീരീസ് ഉണ്ടായാൽ മതി. എ ബി സി ഡി നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. അതായത് ബി കഴിഞ്ഞിട്ടുള്ള ലെറ്റർ സി. ഫസ്റ്റ് ലെറ്ററിന്റെ കോഡ് വന്നിരിക്കുന്നത് +1 ആണ്. സെക്കൻഡ് ലെറ്ററിന്റെ കോഡ് വന്നിരിക്കുന്നത് -2 ആണ്. തേർഡ് ലെറ്ററിന്റെ കോഡ് വന്നിരിക്കുന്നത് വീണ്ടും +1 ആണ്. ഫോർത്ത് ലെറ്ററിന്റെ കോഡ് വന്നിരിക്കുന്നത് -2. അതായത് 2 ലെറ്റർ മുന്നത്തെ കോഡാണ്. വീണ്ടും +1 -2 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ലെറ്ററിനെയും നിങ്ങൾ ഡീകോഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം കാര്യമാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡെപ്ത് അല്ലെ? ഡെപ്തിന്റെ കോഡാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഉറപ്പാണ് ഫസ്റ്റത്തെ കോഡ് എന്തായിരിക്കും? +1 ആണ്. അപ്പൊ ഫസ്റ്റത്തെ കോഡ് +1 എന്ന് പറയുമ്പോൾ D+1. ഡിയുടെ തൊട്ടടുത്ത ലെറ്റർ ഏതാണ്? ഇ ആണ് അല്ലെ? ഇ ആണ്. അപ്പോ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ മാത്രമാണ് ഇയിൽ തുടങ്ങുന്നുള്ളൂ. അപ്പോ ഇതിൽ ഏതോ ഒന്നാണ് നമ്മുടെ ഉത്തരം. എ അല്ലെങ്കിൽ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇനി രണ്ടാമത്തെ ലെറ്റർ എന്താണ്? രണ്ടാമത്തെ ലെറ്റർ -2 ആണ്. ഇക്ക് മുന്നേയുള്ള രണ്ടാമത്തെ ലെറ്റർ -2. ഇക്ക് മുന്നേയുള്ള രണ്ടാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. അപ്പോ നമ്മുടെ രണ്ടാമത്തെ ലെറ്റർ എന്തായിരിക്കും? സി ആയിരിക്കും. പിന്നെ ബാക്കി നിങ്ങൾ കോഡിങ്ങിലേക്ക് പോകരുത്. ബാക്കി നിങ്ങൾ എന്താണ് ഉത്തരം എന്നൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കരുത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനെയാണ് സ്മാർട്ട് ആയിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയാം. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഇത്രയും നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇവിടെയാണ് നമ്മുടെ ഒപ്പമുള്ള ഒരുപാട് പേര് ഈ ചോദ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ സ്കിപ്പ് ചെയ്തു പോകും. കുറെ പേര് ഇരുന്ന് ഡീകോഡ് ചെയ്യുന്നുണ്ടാവും. അവിടെ നമുക്ക് 2 സ്റ്റെപ്പിനുള്ളിൽ നമുക്ക് ഉത്തരം കിട്ടുകയാണ്. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ശ്രദ്ധിക്കാം. മന്ത്. മന്തിന്റെ കോഡ് 14, 12, 13, 7, 19 എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അടുത്തത് ഇയർ. YEAR. ഇയറിന്റെ കോഡ് 222269. ചോദ്യം വീക്കിന്റെ കോഡ് എന്തെന്നാണ്. ഇത്ര അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം. പെട്ടെന്നൊന്ന് നമുക്ക് ചെയ്തു പോവാം. മന്തിന്റെ കോഡ് തന്നിട്ടുണ്ട്. ഇയറിന്റെ കോഡ് തന്നിട്ടുണ്ട്. എന്തായിരിക്കും? ഇത്ര കിട്ടുന്നവരൊന്ന് കമന്റ് ചെയ്യാം. കുറച്ച് ടഫായിട്ടുള്ള ചോദ്യം കേട്ടോ. ഇത് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പാറ്റേണിന്റെ അപ്പുറം ഒന്നും റെയിൽവേ SSC ചോദിക്കാൻ പോകുന്നില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. 14 എന്ന് പറയുന്നത് എന്തിന്റെ കോഡാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. 14 എന്ന് പറയുന്നത് എന്തിന്റെ കോഡാണ്? ശരിക്കും എത്രാമത്തെ ലെറ്റർ ആണ്? M 13ാമത്തെയാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. നമ്മുടെ ലെറ്റർ സീരീസ് ആദ്യം തന്നിട്ടുണ്ടായിരുന്നല്ലോ. 13 എന്ന് പറയുന്നത് എന്തിന്റെ കോഡാണ്? 14 എന്ന് പറയുന്നത് എന്തിന്റെ കോഡാണ്? എന്നിന്റെ കോഡാണ് അല്ലെ? എന്നിന്റെ കോഡാണ് അല്ലെ? അടുത്തത് പിന്നെന്താണ്? 12 ആണ്. 12 എന്ന് പറയുന്നത് എന്തിന്റെ കോഡാണ്? ഒന്ന് നോക്കി നോക്കൂ. 12 എന്ന് പറയുന്നത് എന്തിന്റെ കോഡാണ്? അങ്ങനെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യും. ഉത്തരം കിട്ടുന്നവരൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ശില്പ കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണോ നോക്കാം. ഓക്കെ, അഭിന്യ കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണോ? 4D ആണോ ശരിയായിട്ടുള്ള ഉത്തരം? കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണത്. ഓക്കെ, ശരി. ഞാനേ ഒരു കാര്യം ചെയ്യാം. ഈ ചോദ്യം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മളിത് 2-3 ദിവസമായിട്ടാണ് ഈ കോഡിങ്ങിന്റെ വീഡിയോ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇത് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് അടുത്ത ലെയറിലേക്ക് പോവാം. ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എ ആണ് കേട്ടോ. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് എ ആണ്. ഓക്കെ, ഇവിടെ സോറി, ഒരു മിനിറ്റ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്.
ഇതാണ് ഉത്തരം. 4, 22, 22, 4, 2, 22, 21, 6 ഇതാണ് ഉത്തരം. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോ ഇതൊന്നും നിങ്ങളൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കുക. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഫിംഗർ, HHPIDT, ഡെസ്റ്റിനി, ഡെസ്റ്റിനിയുടെ കോഡ് തന്നിട്ടുണ്ട്. FDUVHPA. അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഗ്രാൻഡഡിന്റെ ചോദ്യമാണ്. ഗ്രാൻഡഡിന്റെ ചോദ്യമാണ്. എന്തായിരിക്കും കോഡ്? ഒന്ന് ആലോചിച്ചു നോക്കുക. ഒന്ന് ആലോചിച്ചു. എഫിന്റെ കോഡ് നോക്കി നോക്കൂ. എഫിന്റെ കോഡ് വരുന്നത് H എന്നാണ്. അപ്പൊ എഫും എച്ചും തമ്മിലുള്ള ബന്ധം നമ്മൾ തന്നെ ആലോചിക്കണം കേട്ടോ. എഫും എച്ചും തമ്മിലുള്ള ബന്ധം എന്താ? FGH ആണ് അല്ലെ? FGH രണ്ടാമത്തെ ലെറ്റർ ആണ് വരുന്നത്. അപ്പൊ നോക്കുക, നമ്മൾ ഇവിടെ ആ സാധനം വർക്ക്ഔട്ട് ആവുണ്ടോ നോക്കാം. ഡി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ എന്താണ്? DEF. നോക്കി നോക്കൂ, ഡിയുടെ കോഡ് എന്ത് തന്നെയാണ്? എഫ് തന്നെയാണ്. അപ്പൊ അതേപോലെ തന്നെ ജിയുടെ കോഡ് എന്തായിരിക്കണം? GHI ആയിരിക്കണം അല്ലെ? GHI ആയിരിക്കണം. അപ്പൊ നമ്മുടെ ജിയുടെ കോഡ് എന്ന് പറയുന്നത് ഐയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇതല്ല, സിയു അല്ല, ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരാൻ സാധ്യത. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരാൻ സാധ്യത. ഇനി നോക്കുക, ഐയുടെ കോഡ് അവർ കൊടുത്തിരിക്കുന്നത് H ആയിട്ടാണ്. അപ്പോ നമ്മൾ ABCD എഴുതുന്ന സമയത്ത് നോക്കി നോക്കൂ, ABCD EFG അല്ലെ? EFGHIJK ഇങ്ങനെയല്ലേ പോവാ. അപ്പൊ ഇവിടെ ഐയുടെ കോഡ് അവർ കൊടുത്തിരിക്കുന്നത് എന്തായിട്ടാണ് അല്ലെ? ഐയുടെ കോഡ് ABCDEF, സോറി, ജസ്റ്റ് ഒന്ന് എഴുതാം. ABCDEFGHI ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? അപ്പോ ഐയുടെ കോഡ് കൊടുത്തിരിക്കുന്നത് ഇവർ എന്തായിട്ടാണ്? H ആയിട്ടാണ്. ഐയുടെ കോഡ് കൊടുത്തിരിക്കുന്നത് H ആയിട്ടാണ്. അപ്പോ എന്തായിരിക്കും അതിന്റെ കോഡ്? അതായത് ഐക്ക് തൊട്ടു മുന്നേ അല്ലെ? അങ്ങനെയല്ലേ വരാ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയൊരു. ഞാൻ ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. അപ്പോഴാണ് ഒന്നും കൂടെ ക്ലിയർ ആവുള്ളൂ. താഴ്ത്തൊന്ന് നോക്കാം കേട്ടോ. അപ്പോ നമ്മളിവിടെ ABCD എഴുതുകയാണ്. ABCDEFGHI ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? IJKL ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഇവിടെ ഐയുടെ കോഡ് കൊടുത്തിരിക്കുന്നത്, എഫിന്റെ കോഡ് H ആണ്, ഐയുടെ കോഡും H ആണ്. അപ്പൊ ഐയുടെ കോഡ് H ആവണമെന്നുണ്ടെങ്കിൽ ഐയുടെ തൊട്ട് മുന്നത്തെ ലെറ്റർ ആണ്, സോറി, തൊട്ട് മുന്നത്തെ ലെറ്റർ ആണ് H. ഇനി അടുത്തത് N എടുക്കുകയാണ്. N എടുക്കുന്ന സമയത്ത് എന്നിന്റെ കോഡ് വന്നിരിക്കുന്നത് P ആണ്, അതായത് NOP. ഇനി ജിയുടെ ലെറ്റർ എടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? GHI അല്ലെ? അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഐക്ക് മാത്രം ഒരു സെപ്പറേറ്റ് കോഡ് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഐയും ഇയും ഒക്കെ എന്താണ്? അത് വവൽസ് ആണ് അല്ലെ? ഐയും ഇയും ഒക്കെ എന്താണ്? വവൽസ് ആയിട്ടാണ് വരുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഫിന്റെ കോഡ് നമുക്കറിയാലോ, രണ്ട് AEIOU എന്താണ്? കൺസോണൻസ് ആണ്. AEIOU എന്ന് പറയുന്ന ലെറ്റേഴ്സ് എന്താണ്? കൺസോണൻസ് ആണ്. അപ്പോ ഈ കൺസോണൻസ് നമ്മൾ കൺസോണൻസിനെ സെപ്പറേറ്റ് ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്, സോറി, വവൽസിനെ സെപ്പറേറ്റ് ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്, കൺസോണന്റിനെ സെപ്പറേറ്റ് ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഇവിടെ കോഡിങ് നടന്നിരിക്കുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, എനിക്കറിയാം. കുറച്ച് ലോഡ് കൂടി വരുന്നുണ്ട് എന്നറിയാം, ടെൻഷൻ ആയി വരുന്നുണ്ട് എന്നറിയാം. പക്ഷെ വേറെ വഴിയൊന്നുമില്ല. നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. ഇവിടെ എന്തായിരിക്കും വർക്ക് നടന്നിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ചു. ഓക്കെ, എന്തായിരിക്കും ഇവിടെ നടന്നിരിക്കുന്ന വർക്ക്? ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതായത് FHI, GH, IHI. ഐ എന്താണ്? വവ്വലാണ്. അപ്പൊ വവ്വലിന് മാത്രം തൊട്ടു മുന്നത്തെ ലെറ്റർ കൊടുത്തു. N
NOP. അത് വീണ്ടും തൊട്ട് മുന്നേക്കുള്ള രണ്ടാമത്തെ ലെറ്റർ. ഈ ലെവലിലാണ് ഇത് കോഡ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഗ്രാൻഡഡിനെ കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. G അല്ലെ, G കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ HI. അപ്പോ നമ്മൾ എയും സിയും എലിമിനേറ്റ് ചെയ്തു. ഇനി ആറാണ്. ആറിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ ആറും എന്താണ്, കൺസോണന്റ് ആണ്. അപ്പൊ RST. രണ്ടാമത്തെ ലെറ്റർ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് പെട്ടെന്ന് പറഞ്ഞു അല്ലെ. ആറ് കഴിഞ്ഞിട്ട് ഏതാണ്? രണ്ടാമത്തെ ലെറ്റർ ആണ് RST ആണ്. അപ്പൊ രണ്ടാമത്തെ കോഡ് വരുന്നത് T ആണ്. അപ്പോ ഇനി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ വേറെ ഒരു ലെറ്ററും ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരിക. ഇനി കുറച്ചൊന്ന് കിളി പോകാൻ തുടങ്ങട്ടോ. നമ്മൾ ചെയ്ത് പോകുമ്പോൾ ആകെ കൂടെ ഒന്നുമില്ലാത്ത ഒരു ആവിയായിട്ടുള്ള ഒരു അവസ്ഥ എത്തും. അത് ഒരു 4 ദിവസം കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആയി കഴിഞ്ഞു. വേറൊരു വഴിയില്ല, ഒരു പോംവഴിയില്ല. നമുക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം കൂടെ ഒന്ന് നോക്കാം. ഞാനൊരു കാര്യം ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഈ ടോപ്പിക് ഒന്നും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ഇതേ ടോപ്പിക്, ഇതേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതേ മോഡൽ ചോദ്യങ്ങൾ അടുത്ത ദിവസം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇതൊരു ട്രയൽ ക്ലാസ്. എന്താണ് നിങ്ങൾക്ക് എങ്ങനെ എടുത്താലാണ് മനസ്സിലാവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കാം, സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡും കൂട്ടാം. അപ്പോ നിങ്ങൾ ഈ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ ഉണ്ടാവും. പേഴ്സണൽ ആയിട്ടൊന്ന് മെസ്സേജ് അയക്കാം. ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കഷൻ വേണ്ട. പേഴ്സണൽ ആയിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് തോന്നിയതെന്നൊന്ന് മെസ്സേജ് അയക്കുക. അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വന്ന നമ്പറിലേക്ക് പേഴ്സണൽ ആയിട്ടൊന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ ചോദ്യം കൂടെ നമ്മൾ ചെയ്തിട്ട് ഇന്നൊന്ന് അവസാനിപ്പിച്ച് നമ്മൾ നാളെ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിയിട്ട് ഒന്ന് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഫൈൻഡ് എ സൊല്യൂഷൻ. ഫൈൻഡ് എ സൊല്യൂഷൻ ഇതിന്റെ കോഡ് 418 ആണ്. ബി അറ്റൻറ്റീവ് ഇതിന്റെ കോഡ് 29 ആണ്. ആൻസേഴ്സ് ആർ കറക്റ്റ് ഇതിന്റെ കോഡ് 737 ആണ്. ചോദ്യം ഇതാണ്, ഹൗ വിൽ ചെക്ക് ദ ക്വസ്റ്റ്യൻ ഇതിന്റെ കോഡ് എന്തായിരിക്കും? ഹൗ വിൽ ചെക്ക് ദ ക്വസ്റ്റ്യൻ ഇതിന്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 10 ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതേ ടോപ്പിക് തന്നെ നമ്മൾ അടുത്ത ദിവസം ഒന്നും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പറഞ്ഞല്ലോ 3-4 ചോദ്യം വരുന്ന ടൈപ്പാണ്. അപ്പൊ കുറെ പേർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അവര് ജസ്റ്റ് എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ടൊന്ന് മെസ്സേജ് അയക്കാം. അപ്പൊ അതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും മനസ്സിലാവാതെ ക്ലാസ് കൊണ്ടുപോകുന്നതിന് അർത്ഥമില്ല. ഇത് SSC GDയുടെ 2023 ചോദിച്ച ചോദ്യമാണ്. നമുക്ക് ചെയ്യാനൊരു മനസ്സ് കാണിച്ചാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. എന്തായിരിക്കും അതിന്റെ ഉത്തരം? ഫൈൻഡ് എ സൊല്യൂഷൻ. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമോ നിങ്ങൾ വിചാരിക്കും. അങ്ങനത്തെ ഒരു ചോദ്യമാണ്. ഫൈൻഡ് എ സൊല്യൂഷൻ അതിന്റെ കോഡ് തന്നിട്ടുണ്ട്. ബി അറ്റൻറ്റീവ് അതിന്റെ കോഡ് തന്നിട്ടുണ്ട്. ആൻസേഴ്സ് ആർ കറക്റ്റ് അതിന്റെ കോഡും തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കുക, ഇത് പഠിക്കാതെ പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടാൽ മനസ്സിലാവും. നോക്കി നോക്കൂ. ഇത് ഈ ചോദ്യം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതേ ടൈപ്പ് ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കുക, ഫൈൻഡ് 4 കോഡ്, എ 1 കോഡ്, സൊല്യൂഷൻ 8 കോഡ്. ഫൈൻഡ് 4 കോഡ്, എ 1 കോഡ്, സൊല്യൂഷൻ 8 കോഡ്. എങ്ങനെയാവും കോഡ് ചെയ്തിട്ടുണ്ടാവുക? ഫൈൻഡ് 4 ലെറ്റർ ഉണ്ട്. അപ്പൊ അതിന്റെ കോഡ് എന്താണ്? 4 ആണ്. അടുത്തത് എ ഒറ്റ ലെറ്ററേ ഉള്ളൂ. അതിന്റെ കോഡ് എന്താണ്? 1 ആണ്. സൊല്യൂഷൻ എത്ര ലെറ്റർ ഉണ്ട്? 8 ലെറ്റർ ഉണ്ട്. അപ്പൊ അതിന്റെ കോഡ് എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലെ. ബി അറ്റൻറ്റീവ്, ബി 2 ലെറ്റർ ഉണ്ട്. അപ്പോ അതിന്റെ കോഡ് 2 ആണ്. അറ്റൻറ്റീവ് ATT അല്ലെ, ATTENTIVE എത്ര ലെറ്റർ ഉണ്ട്? 9 ലെറ്റർ ഉണ്ട്. അതിന്റെ കോഡ് എന്താണ്? 9 ആണ്. അടുത്തത് ഇപ്പൊ 29. ആൻസേഴ്സ് ആർ കറക്റ്റ്. നിങ്ങൾ നോക്കിയാൽ മതി. ആൻസേഴ്സിൽ 7 ലെറ്ററും 6-ൽ 3 ലെറ്ററും 8-ൽ 7 ലെറ്ററും ഉള്ളത്. അതിന്റെ കോഡ് 7. അപ്പൊ 737. ചോദ്യം എന്താണ്? ചെക്ക് ദ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യണം. ചെക്ക് ദ ക്വസ്റ്റ്യൻ. ചെക്ക് ദ ക്വസ്റ്റ്യൻ.
ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരം കിട്ടുന്നവരൊന്ന് കമന്റ് ചെയ്തേ. എത്ര ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. SSC GD പരീക്ഷയ്ക്ക് എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യം. എന്തായിരിക്കും? ചെക്ക് 5 ലെറ്റർ, ദ 3 ലെറ്റർ, ക്വസ്റ്റ്യൻ എത്ര ലെറ്റർ ഉണ്ട്? 8 ലെറ്റർ. അപ്പൊ എന്തായിരിക്കും ഉത്തരം? എന്തായിരിക്കും? 538. 5 ലെറ്റർ 3 ഇതാ 5ഉം 3ഉം കിട്ടിയാൽ തന്നെയാണ് ഉത്തരം. നമ്മൾ വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 5, 3 പിന്നെ ബാക്കി നമുക്ക് ഓപ്ഷനിൽ ഉത്തരത്തിൽ തന്നെ തന്നിട്ടുണ്ട്. 8 ആയിരിക്കും ഉത്തരം. 5, 3, 8 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. കറക്റ്റ് ആണോ? ക്ലിയർ ആണോ? നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. എനിക്കറിയാം കുറച്ച് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കുറച്ച് ലോഡ് കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലാവും. വേറെ ഒരു വഴിയും ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഇറങ്ങി ഓടാൻ തോന്നും. പക്ഷേ കോമ്പറ്റീഷൻ ഹൈ ആണ്. ഇത് പിടിച്ചു നിന്നവർക്ക് മാത്രമാണ് കോമ്പറ്റീഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് കമന്റ് ചെയ്യാം. ഇത്രയും ചെയ്ത ചോദ്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ശരി. ഓക്കെ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഇന്നൊരു ട്രയൽ ക്ലാസ് ആയിട്ട് എടുത്തതാണ്. അപ്പൊ എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ ഉണ്ട്, എന്റെ കയ്യിലുണ്ടാവും, ഫോണിന്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് പേഴ്സണൽ ആയിട്ട് ഒന്ന് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് തോന്നിയതെന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന, ഐ മീൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളുകളായിരിക്കാം. അപ്പോ വീണ്ടും പറയാണ്, നമ്മളിതൊരു നിങ്ങളുടെ അടുത്ത് ഓൺലൈനായിട്ട് ചെയ്തിട്ട് കുറച്ച് ഒരുപാട് വലിയൊരു ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന ഒരു സംഭവമല്ല. നിങ്ങൾക്കിത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ഫീ അടച്ചതിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അടച്ച എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും. ഞങ്ങളതൊരു വലിയൊരു ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന ഒരു സംഭവമല്ല. അത് ജസ്റ്റ് കുറെ കുട്ടികൾ ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റ് വേണ്ട. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണ്, അപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇവിടെ സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇത് ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാ ഇൻസെക്യൂരിറ്റീസും മാറ്റി വെക്കണം. നമുക്ക് പറ്റില്ല എന്ന് നമ്മളെ ഇപ്പൊ ഇന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട വേണ്ട എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് വളരെ മടി പിടിച്ചൊരു ഓർഗനാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ പതിവില്ലാത്ത ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളതിനെ പരമാവധി നെഗറ്റീവ് അടിപ്പിക്കാൻ ആദ്യം നോക്കുക മൈൻഡാണ്. നമ്മളിപ്പോ നേരത്തെ എണീക്കണം. എല്ലാ ദിവസവും 10 മണിക്ക് എണീക്കുന്ന ഒരാൾ 5 മണിക്ക് എണീക്കുന്ന സമയത്ത് നമ്മളതിനെ ഏറ്റവും ആദ്യം തളർത്താൻ നോക്കുന്നത് മൈൻഡായിരിക്കും, മനസ്സായിരിക്കും. പക്ഷെ ഒരു 5 ദിവസം നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7 ദിവസം ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ 8ാമത്തെ ദിവസം നമുക്കത് അഡ്ജസ്റ്റ് ആവും. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ആവശ്യം. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ദിവസം നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യമായിട്ട് നമ്മൾ സെറ്റാക്കി പോകുന്നത്. ഇത് ഒരിക്കലും ഞാൻ ഈ ടോപ്പിക്ക് ചിലപ്പോൾ 3 ദിവസം കൊണ്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. കാരണം 3 ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കാണ്. അപ്പോൾ ഈ 6 മാർക്ക് വിട്ട് ഒരു കളിക്കും ഞാൻ റെഡിയല്ല. പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആവണം, നിങ്ങൾക്ക് ഓക്കെ ആവണം. എന്നാൽ മാത്രമാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഓക്കെ ആവുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോ ഇത് ഒരു ക്ലാസ് ആയിട്ട് പോലും നിങ്ങൾ കൂട്ടണ്ട. ഇത് ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ എത്താനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ഡേ 2ഉം കോഡിംഗ് തന്നെയാണ്. നമ്മൾ ആദ്യം പഠിച്ച ക്യൂബ് റൂട്ട് തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ സ്ക്വയർ റൂട്ട്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളും കൂടെ നമ്മൾ ആഡ് ചെയ്യും. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചിട്ടായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എനിക്ക് ഇന്ന് വേണ്ടത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. നമ്മുടെ ഈ ക്ലാസ് നടത്തുന്ന ടൈമിങ് നിങ്ങൾക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോ ഒരു കാര്യം ചെയ്യാം, വീഡിയോ കഴിഞ്ഞാൽ
ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കാൻ പോവാണ്. ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങൾക്ക് ഡൗട്ടുള്ള ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. എനിക്ക് പേഴ്സണൽ ആയിട്ടൊന്ന് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം. അത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാൻ പോവാണ്. നാളെ കുറച്ചും കൂടെ നേരം നമുക്ക് വീഡിയോ കൂടെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. അത് കണ്ടിട്ട് വേണം എനിക്ക് നാളത്തെ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോ ഒന്ന് എൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോ നമുക്ക് നാളെ കാണാം. ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. ഗ്രൂപ്പിലല്ല, എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചാൽ മതി. അപ്പോ വീഡിയോ എൻഡ് ചെയ്യാം.